ഹലോ, എന്തൊക്കെയാണ് വിശേഷം? ഇന്ന് നെയ്ച്ചോറ് കഴിക്കാൻ വല്ലാത്തൊരാഗ്രഹം. അപ്പോൾ നേരെ ഷോപ്പിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ അവിടെ സ്പെഷ്യലായിട്ട് നേർച്ചച്ചോറ് കോംബോ ഉണ്ടെന്ന്. അപ്പോൾ പിന്നെ അതും വാങ്ങി നേരെ റൂമിലേക്ക് പോന്നു. നെയ്ച്ചോറിൻ്റെ കൂടെ ചെറുതായിട്ട് പൊരിച്ച ചിക്കൻ, അതിൻ്റെ കളർ കണ്ടോ? അതാണ്. പിന്നെ കുറച്ച് ബീഫ് കറി, വളരെ കുറച്ചുള്ളൂ. പിന്നെ സൈഡായിട്ട് ബീട്രൂട്ട് അച്ചാറുണ്ട്. പിന്നെ നല്ല കച്ചമ്പർ, പരിപ്പ് കറി, പിന്നെ പപ്പടം വറുത്തത്. ഇനി ആ ചിക്കൻ വറുത്തത് ചോറിൻ്റെ സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് നമ്മളെ മെയിൻ ഐറ്റം ബീഫ് കറിയും ചോറും കൂടി നല്ലപോലെ കുഴച്ചിട്ടൊന്ന് കഴിച്ചു നോക്കാം. ശരിക്കും പറഞ്ഞാൽ നല്ലപോലെ വിശക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ആ ബീഫ് കറിയുടെ നെയ്ച്ചോറിൻ്റെ മണം വരുമ്പോൾ ഉണ്ടല്ലോ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ടേസ്റ്റൊക്കെ നല്ലതാണ്, പക്ഷെ പള്ളിയിലെ നെയ്ച്ചോറും ഇറച്ചിക്കറി എന്നൊന്നും പറയാൻ പറ്റില്ല. അതിന് വേറൊരു ടൈപ്പ് ടേസ്റ്റാണ്. ഇനി ആ ചിക്കൻ വറുത്തിന്ന് ഒരു പീസ് എടുത്തിട്ട് ആ ബീഫ് കറിയുടെ ചാറിൽ നല്ലപോലെ കുഴച്ചിട്ടൊന്ന് കഴിച്ചു നോക്കാം. ശരിക്കും പറഞ്ഞാൽ നെയ്ച്ചോറും ബീഫും മാത്രമല്ലാണ്ട് ആ കോംബോ വാങ്ങിയത് നന്നായി. കാരണം ഏറ്റവും ടേസ്റ്റ് ചിക്കൻ ഫ്രൈ ആണ്. നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്, നല്ല ക്രിസ്പിയാണ്. പിന്നെ മസാല വളരെ സിമ്പിളാണ്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. ഇനി എല്ലാം കൂടിയിട്ടൊന്ന് കഴിച്ചു നോക്കാം. ആ കച്ചമ്പറും പരിപ്പ് കറിയും അച്ചാറും പിന്നെ ബീഫിൽ നിന്ന് 1-2 പീസും ചിക്കൻ വറുത്തിന്ന് ഒരു പീസും കൂട്ടിയിട്ട് നല്ലപോലെ കുഴച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കാം. സംഭവം എല്ലാം കൂട്ടിക്കുഴച്ച് കഴിക്കാൻ നല്ല അടിപൊളിയാണ്. ഇത്ര നേരമായിട്ടും പപ്പടം എടുക്കാൻ മറന്നുപോയി. അപ്പോൾ പപ്പടവും അച്ചാറും പരിപ്പും ചിക്കനും കൂട്ടി കുഴച്ചൊന്ന് കഴിച്ചു നോക്കാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.